അപ്പീൽ പോകുമെന്നുള്ള കാര്യം നിയമമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിലൊരു വ്യക്തത വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിജീവിതയ്ക്കൊപ്പം എന്നുള്ള കാര്യം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് മന്ത്രി. റോഷിപാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയോട് നിയമമന്ത്രി സംസാരിച്ച ശേഷമുള്ള തീരുമാനമാണ് അറിയിച്ചിരിക്കുന്നത്. അതിലൊരു കൂടിയാലോചന വേണമെന്നാണല്ലോ നേരത്തെ മന്ത്രി സജി ചെറിയാനും പറഞ്ഞിരിക്കുക. അപ്പോൾ അപ്പീൽ നൽകുമെന്ന് പറയുന്നപ്പോൾ ഇനി ഹൈക്കോടതിയിലേക്കാണ്. ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ വിചാരണ കോടതിയുമായി ബന്ധപ്പെട്ട് അതിജീവിതയ്ക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ അത് പ്രധാന വാദമായി തന്നെ ഉന്നയിക്കപ്പെടും എന്നല്ലേ കരുതേണ്ടത് റോഷിപാൽ? സ്മൃതി, ഈ കോടതി വിധി വന്നതിന് ശേഷം സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഈ കാര്യങ്ങൾ നിയമമന്ത്രി ചർച്ച ചെയ്തുകൊണ്ടാണ് അപ്പീൽ പോകാനുള്ള തീരുമാനം. സ്വാഭാവികമായും ഈ കേസിൽ 4 പ്രതികൾ അവർ വെറുതെ വിടുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. ഇനി വിധിപ്പകർപ്പ് ലഭിച്ച് അതിന്റെ സാങ്കേതികത്വങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികളിലേക്ക് പോകും. ഈ കാര്യത്തിൽ സർക്കാർ അതിജീവിതക്കൊപ്പമാണെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. ഈ ഗൂഢാലോചന കൃത്യമായി തെളിയിക്കണം. കാരണം ഇതൊരു ബലാത്സംഗ കൊട്ടേഷനാണ്. ബലാത്സംഗ കൊട്ടേഷൻ അത് കൃത്യമായി തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതടക്കം പരിശോധിക്കേണ്ടി വരും. കൃത്യമായ തെളിവുകൾ എത്തിക്കാൻ സാധിച്ചു എന്ന ആത്മവിശ്വാസം അന്വേഷണ സംഘത്തിനുമുണ്ട്. ഏതായാലും ഇതിൽ 2 പ്രധാനപ്പെട്ട പരാതികൾ നേരത്തെ തന്നെ കോടതിക്കെതിരെ അതിജീവിത ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നൽകിയിട്ടുണ്ട്. അത് അവിശ്വാസം രേഖപ്പെടുത്തിയാണ്. ഏകപക്ഷീയമായി കാര്യങ്ങൾ നടക്കുന്നു. പ്രത്യേകിച്ച് വിചാരണ നടപടികൾ ഏകപക്ഷീയമാണെന്നടക്കം അതിജീവിത ആ ഘട്ടത്തിൽ പരാതി നൽകിയിരുന്നു. ആ പരാതികൾ ഇപ്പോഴും അതേപോലെ കിടക്കുന്നു. മാത്രവുമല്ല, ഈ ട്രയൽ നടന്ന വിചാരണ കോടതിയിൽ വെച്ച് നിയമവിരുദ്ധമായി മെമ്മറി കാർഡ് ദൃശ്യങ്ങൾ അടങ്ങിയ പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ഈ നടപടിക്രമങ്ങൾ ഇല്ലാത്ത സമയത്ത് ഒരു വിവോ ഫോണിൽ ഉപയോഗിച്ചു, പരിശോധിച്ചു എന്നത് ഏറ്റവും ഗൗരവമുള്ളതാണ്. ശാസ്ത്രീയ പരിശോധനയിൽ തെളിയിച്ചതാണ്. ആ വിഷയത്തിൽ പോലും ഇതുവരെ ആ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചിട്ടില്ല. അങ്ങനെ കോടതി കസ്റ്റഡിയിൽ ഇരിക്കുന്ന മെമ്മറി കാർഡ് പല കോടതികളിലായി ഈ നിയമവിരുദ്ധമായി പരിശോധിക്കപ്പെട്ടു എന്ന് ഹൈക്കോടതി പോലും അത് പറഞ്ഞ വളരെ ഗൗരവമുള്ള പരാമർശങ്ങളെന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തതാണ്. അത്തരം സംഭവങ്ങൾ ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ട്. അന്നും നീതി തേടി ഈ കോടതിയെ സമീപിക്കുമ്പോൾ അവരുടെ ഭാഗത്ത് ഏകപക്ഷീയമായ നിലപാടുണ്ടാകുന്നു എന്ന പരാതി അതിജീവിത അത് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയൊക്കെ മുന്നിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ഇനി സ്വാഭാവികമായും ആ പരാതിയുടെ പ്രസക്തി വർദ്ധിക്കുകയാണ്. അതിൽ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിധി പകർപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം അത് പരിശോധിച്ച് ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോവുകയും ഗൗരവത്തോടെ തന്നെ കണ്ട് ഈ കേസിന്റെ തുടർ നടപടികളിലേക്ക് അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്നതുവരെയുള്ള പോരാട്ടത്തിന് ഒപ്പം നിൽക്കും എന്ന് തന്നെയാണ് സർക്കാർ പറയുന്നത്. കാരണം വലിയ പോരാട്ടം തന്നെ ഇനിയും തുടരേണ്ടി വരും. 8.5 വർഷക്കാലമായി ആ പെൺകുട്ടി പോരാട്ടം തുടരുകയാണ്. ആ 8.5 വർഷക്കാലം ആ കുട്ടി അനുഭവിച്ച വേദനകൾ, മാനസികാഘാതങ്ങൾ, അവർക്കുണ്ടായ നഷ്ടങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇവരെ ഒറ്റപ്പെടുത്തി അവരെ വേട്ടയാടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. സിനിമാ ലോകത്ത് നിന്ന് പൂർണ്ണമായും ആ പെൺകുട്ടിയെ മാറ്റി നിർത്താനുള്ള നീക്കം അത് 8ാം പ്രതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് പലപ്പോഴായി അത് പരാതിയായി തന്നെ വന്നതാണ്. പക്ഷേ ആ പെൺകുട്ടിയുടെ പരാതി ആരും കേൾക്കുന്നുണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് കുറ്റവിമുക്തൻ. ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാനായില്ല. 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാർ.